ആങ്സൈറ്റി ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ജാപ്പനീസ് ടെക്നിക്ക് പറഞ്ഞുതരാം. നെഗറ്റീവ് വിഷ്വലൈസേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ പലപ്പോഴും നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഭാവിയെക്കുറിച്ചുള്ള അൺസർട്ടനിറ്റി ആണല്ലോ. ഭാവിയിൽ എന്താവും ഈ കാര്യം, അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ഫേവറബിൾ ആയിട്ട് അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ട് സംഭവിക്കുമോ എന്നൊക്കെ ഉള്ള ആ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ നമ്മളിങ്ങനെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര സഫോക്കേഷനായിട്ടാണ് ഫീൽ ചെയ്യാം അല്ലേ. അപ്പോൾ ഈ സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യാം എന്ന് വിചാരിച്ചാൽ അവിടെ സംഭവിക്കാൻ പറ്റുന്ന വേഴ്സ്റ്റ് കാര്യം എന്താണ് അത് തന്നെ സംഭവിച്ചു എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ജോലി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ അത് കിട്ടിയില്ല എന്ന് വിചാരിക്കാം. ഒരു അസുഖമാണെങ്കിൽ അത് വന്നു എന്ന് വിചാരിക്കുക. ഒരു റിലേഷൻഷിപ്പിൽ നമ്മളെ പാർട്ട്ണർ നമ്മളെ പറ്റിക്കില്ലയോ എന്നുള്ള പേടിയാണെന്നുണ്ടെങ്കിൽ പറ്റിക്കും എന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ നമുക്ക് തോന്നുന്ന ചില ഇമോഷൻസ് ഉണ്ട്. ദേഷ്യമാവാം, സങ്കടമാവാം. അതിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് സംഭവിച്ചാലും ഇതൊക്കെയാണ് നമ്മൾ കൂടിപ്പോയാൽ അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. അതിനുവേണ്ടി നമുക്ക് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാനും പറ്റും. രണ്ടാമതായിട്ട് ഈ ഒരു കാര്യം നമുക്ക് അൺഫേവറബിളായിട്ട് നടന്നു, അപ്പോൾ ഇനി എന്ത് എന്ന് ചിന്തിക്കുക. സോ പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ഒരു വാതിലടഞ്ഞാലും മറ്റ് വാതിലുകളുണ്ട് എന്നുള്ളൊരു ഹോപ്പ് നമ്മുടെ ഉള്ളിൽ വരും. ഇതിന് ശേഷം നമ്മൾ വീണ്ടും പ്രസൻറ്റിലേക്ക് വരിക. ഇത് നടക്കില്ല അല്ലെങ്കിൽ അൺഫേവറബിളായിട്ട് സംഭവിച്ചു പോകും എന്നുള്ളത് ഒരു പോസിബിലിറ്റി മാത്രമാണ്. അത് ഫേവറബിൾ ആയിട്ടും വരാം അല്ലെങ്കിൽ നല്ല രീതിയിലും വരാം എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കുക. ഇതിനുവേണ്ടി കൂടുതലായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കൺട്രോളില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കാതിരിക്കുക. ഡു ഫോളോ മൈ പേജ്. താങ്ക് യു. ബൈ.